നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിനിടെ ചേരിതിരിഞ്ഞുള്ള മുദ്രാവാക്യം വിളികളുമായി BJP LDF പ്രവർത്തകർ. മന്ത്രി VN വാസവൻ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞപ്പോഴും അങ്ങനെ നമ്മൾ ഇത് നേടി, ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്, ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണ്, ഏറ്റവും അഭിമാനകരമായ നിമിഷമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും LDF പ്രവർത്തകർ സംസ്ഥാന സർക്കാരിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി ഇരുവിഭാഗം പ്രവർത്തകരും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം മുഴക്കി. പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്ലക്കാർഡുകളുമായാണ് BJP പ്രവർത്തകർ ചടങ്ങിനെത്തിയിരുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തി BJP പ്രവർത്തകർ മോദി അനുകൂല മുദ്രാവാക്യം ഉയർത്തിയതോടെ ഇടതുപക്ഷ പ്രവർത്തകർ സംസ്ഥാന സർക്കാരിന് അനുകൂലിച്ച് മുദ്രാവാക്യം ഉയർത്തുകയായിരുന്നു. പ്രധാനമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴും മോദി മോദി മുദ്രാവാക്യം വിളികളുമായി BJP പ്രവർത്തകർ രംഗത്ത് വന്നു. നിലവിൽ പ്രധാനമന്ത്രി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അതേസമയം അല്പം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് തുറമുഖം സമർപ്പിച്ചത്. രാവിലെ 10:00 വിഴിഞ്ഞത്തെത്തിയ മോദി MSC സെലസ്റ്റിനോ മെർസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിച്ചു. തുടർന്ന് തുറമുഖം സന്ദർശിച്ചു. അതിനുശേഷമാണ് രാജ്യത്തിന് തുറമുഖം സമർപ്പിച്ചത്. 2015 അദാനി ഗ്രൂപ്പുമായി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ ഒപ്പുവെച്ച് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ തറക്കല്ലിട്ടത്. 2023 ആദ്യഘട്ടം പൂർത്തിയായി. 2024 ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ചു. ഡിസംബർ 3 കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 2028 തുടർന്നുള്ള ഘട്ടങ്ങൾ പൂർത്തിയാകും. 2034 മുതൽ സംസ്ഥാന സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും. വലിയ വികസന സാധ്യതയുള്ള തുറമുഖമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്.